വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യാത്രക്കാർക്കും തൊഴിലാളികൾക്കുമായി താൽക്കാലിക ശൗചാലയം പ്രവർത്തന സജ്ജമായി. നിലവിലുണ്ടായിരുന്ന പഴയ ടോയ്ലറ്റ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റി പുതിയ ആസ്പിരേഷൻ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സാഹചര്യത്തിലാണ് നഗരസഭ താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നഗരസഭ ടെൻഡർ വിളിച്ച് ഏകദേശം 1 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2 താൽക്കാലിക ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. ഇവ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ശൗചാലയത്തിന്റെ ശുചിത്വവും വെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും കൃത്യമായി ഉറപ്പുവരുത്താൻ ഒരു ജീവനക്കാരനെ മുഴുവൻ സമയവും നഗരസഭ നിയോഗിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ഈ സൗകര്യം വൃത്തിയോടെയും ഉത്തരവാദിത്വത്തോടെയും ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. നഗരസഭ നിലവിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായിരുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് പൊളിച്ചിരിക്കുകയാണ്. അത് പുതിയൊരു ടോയ്ലറ്റ് ആസ്പിരേഷൻ ടോയ്ലറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ്. ആ ഒരു ടോയ്ലറ്റിൻ്റെ പ്രവർത്തനം സജ്ജമാവുന്നതുവരെ താൽക്കാലികമായിട്ടുള്ള ഒരു ടോയ്ലറ്റ്, അതായത് നമ്മുടെ നഗരത്തിലെത്തുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും തന്നെ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് നഗരസഭ ഇത്തരത്തിലൊരു താൽക്കാലിക ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ താൽക്കാലിക ടോയ്ലറ്റ് അത് നഗരസഭ ടെൻഡർ വിളിച്ച് ഉദ്ദേശം 1 ലക്ഷത്തിൽ രൂപ അധികം ചെലവഴിച്ചിട്ടാണ് ഇപ്പം ഈ 2 ടോയ്ലറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നഗരസഭ എന്നുള്ള നിലയ്ക്ക് ഒരു ജീവനക്കാരനെ ഇവിടെ മുഴുവൻ സമയവും അത് പരിശോധിക്കുന്നതിനും മറ്റ് വെള്ളത്തിൻ്റെയും മറ്റു കാര്യങ്ങൾ നോക്കുന്നതിനും ശുചീകരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ പൊതുജനങ്ങളുള്ള ഇത് ഉപയോഗിക്കുന്ന ആളുകളുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ പരമാവധി നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക, മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്രദമായ രീതിയിൽ അത് വൃത്തിയോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. വടകര ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ എംഫസ് ആണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഇവിടെ നമ്മുടെ കക്കൂസ് പൊളിച്ചതിന് ശേഷം യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ചില സമയം ബ്ലോക്കും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഈ മൂത്രശങ്ക തീർക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ നഗരസഭ ഇവിടെ താൽക്കാലികമായിട്ട് 2 ബാത്റൂമുകൾ വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടും ഗുണമാണ്, യാത്രക്കാർക്കും ഗുണമാണ്, ബസ് ജീവനക്കാർക്കും ഗുണമാണ്. ഈ വടകര നഗരസഭയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ട് പോയിട്ടുണ്ട് ആളുകൾ. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.